ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് ചെറിയൊരു എൻക്വയറിക്കുള്ള ഒരു ആൻസറിങ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു കാര്യം ഒരാൾ ചോദിക്കുന്നതും ഒരു കാര്യം 10 ആൾ ചോദിക്കുമ്പോഴും നമ്മൾ അതിനൊരു ഉത്തരം കൊടുക്കണ്ടേ. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. എന്നോട് കുറേ ആൾക്കാർ ചോദിക്കുന്നു, നിങ്ങളുടെ ഹെയർ ഓയിൽ എങ്ങനെയാണ് PCOD ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, ആഫ്റ്റർ ഡെലിവറി ഉള്ളവർക്ക് യൂസ് ചെയ്യാം. ഇതാണല്ലോ മെയിനായിട്ട് നമുക്ക് വരുന്ന ഒരു ഹെയർ ഫോൾ ടൈം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ലേഡീസിന്. അപ്പോൾ എനിക്ക് ഇതിനുള്ളൊരു ആൻസറാണ് ഈ വീഡിയോ. മാർവാസ് ഹെയർ ഓയിൽ എന്ന് പറയുന്നത്, ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ഹെയർ ഓയിൽസ് ഉണ്ട്. ഒരുപാട് ഞാൻ ഫേസ് ബ്രൈറ്റനിങ് ഓയിലിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നില്ല. ഒരുപാട് ഹെയർ ഓയിൽ മാർക്കറ്റിലുണ്ട്. ഏത് ഹെയർ ഓയിലായാലും നമ്മൾ യൂസ് ചെയ്ത റിസൾട്ട് ഈ ഹെയറിൻ്റെ ഒരു കാര്യം കിടക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഫേസ് ബ്രൈറ്റനിങ് ഓയിൽ വാങ്ങിക്കുമ്പോൾ എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇൻടേക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്കിന്നിന് എന്ന് പറഞ്ഞിട്ട്. അതിനേക്കാളും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹെയർ ലോസ് എന്തുകൊണ്ടാണ്. അത് ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് റെഡി ആവില്ല. ഒരു PCOD ഉള്ള ആൾക്ക് അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറി ഉള്ള ഒരാൾക്ക് ഹോർമോണൽ ഇംബാലൻസ് നല്ല രീതിയിലുണ്ടാകും. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ PCOD ഉള്ള വ്യക്തികളോട് അല്ലെങ്കിൽ ആഫ്റ്റർ പ്രഗ്നൻസി ഉള്ള വ്യക്തികളോട്, അതുമല്ല നോർമലി ഉള്ള ആളുകളോട് കഴിക്കാൻ പറയുന്ന ഒരു ചെറിയൊരു നമുക്ക് അത്രത്തോളം സ്കിന്നിനും ഹെയറിനും നമുക്ക് അത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്ന ഒരു 4 കാര്യത്തിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഫ്ലാക്സ് സീഡ്, ചണവിത്ത്. ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് അതിൻ്റെ മലയാളം പറയാം കേട്ടോ. ഫ്ലാക്സ് സീഡ്, ചണവിത്ത്. വെളുത്ത എള്ള്, വൈറ്റ് സീസണിലെ സീഡ്സ്. മത്തൻ കുരു, പംകിൻ സീഡ്. സൺഫ്ലവർ സീഡ് എന്ന് പറഞ്ഞാൽ സൂര്യകാന്തിൻ്റെ വിത്ത്. ഈ 4 വിത്ത് വാങ്ങിക്കുക. ഈ 4 വിത്ത് വാങ്ങിക്കുന്ന സമയത്ത് ഇത് PCOD ഉള്ളവർ ഈ 4 വിത്തും കൂടി വാങ്ങിക്കുക. എന്നിട്ടൊരു ബോക്സിലെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചോളൂ. ഡെയിലി പറ്റാണ് 1.5 സ്പൂണോ 2 സ്പൂണോ കഴിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പീരീഡ്സ് റെഗുലർ ആവാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഹോർമോണൽ ഇംബാലൻസിൻ്റെ പ്രശ്നം ഇതൊരു നാച്ചുറൽ ഹോം റെമഡിയാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഒരു നെഗറ്റീവ് റിസൾട്ടോ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രശ്നമോ ഇതുകൊണ്ട് വരില്ല. കാരണം അത്രത്തോളം ന്യൂട്രിയൻസും കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള 4 വിത്തുകളാണിത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആളുകളൊക്കെ ഇതൊരു ഡെയിലി റുട്ടീനായിട്ട്, എന്നെപ്പോലുള്ളവർ ഡെയിലി റുട്ടീനായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ചെയ്യുക. അപ്പോൾ ചോദിക്കും, ഇത് ചുടുവെള്ളത്ത് കുടിക്കണോ, അച്ചേൽക്ക് കഴിക്കണോ, പാല് കുടിക്കണോ, എങ്ങനെ വേണമെങ്കിലും ആസ് യുവർ വിഷ്. ഇത് പൊടിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് പാലിൽ കലക്കിയിട്ട് കുടിക്കാം, പൊടിച്ച് വെച്ചിട്ട് ചുടുവെള്ളത്തിൽ കുടിക്കാം, അതല്ല അച്ചേൽക്ക് റോ ആയിട്ട് നിങ്ങൾക്ക് 2 സ്പൂൺ കഴിക്കാം, എങ്ങനെയും ചെയ്യാം. അതുപോലെ തന്നെ ഇനി ഇതൊന്നുമില്ല, പിന്നെ അതുപോലെ തന്നെ ആഫ്റ്റർ ഡെലിവറി ഉള്ളവർ അവർ ഇതിൽ നിന്ന് ഈ വൈറ്റ്, അതായത് വെളുത്ത എള്ള് മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി 3 വിത്തും എടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ചിയാ സീഡ് പറ്റുമെങ്കിൽ ആഡ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും നട്ട്സ്, ഈ ബദാം, വാൾനട്ട് പോലുള്ളതൊക്കെ ആഡ് ചെയ്ത് വെക്കുക. ഇതെല്ലാം കൂടെ മിക്സ്. വെളുത്ത എള്ള് വേണ്ട കേട്ടോ, അത് ചൂടാണ്. അപ്പോൾ അത് PCOD ഉള്ളവർക്കാണ് അത് നല്ലത്. ഇതെല്ലാം ഒഴിവാക്കിയിട്ട് എല്ലാം കൂടെ ഒരു ബോട്ടിൽ വെച്ച് മിക്സ് ചെയ്തിട്ട് അത് കുറേശ്ശെ എടുത്ത് പൊടിച്ചിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പൊടിച്ചിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കാരണം ഇതിൽ ബദും നട്ട്സും വാൾനട്ടും എല്ലാം കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കുമ്പോൾ ഒരു ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യും. ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറയുക, കുറച്ചങ്ങ് എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് വേറൊരു കുപ്പിയിൽ കുറച്ച് മാറ്റി വെക്കും. അതൊരാഴ്ചത്തോളം ഗ്രൈൻഡ് ചെയ്ത് വെക്കുള്ളൂ. മറ്റേത് എന്ത് ചെയ്യും, അങ്ങനെ സ്റ്റോക്ക് ചെയ്തു. ഈ പൊടിച്ചത് നമുക്ക് ഒരുപാട് ദിവസം വെക്കാൻ പറ്റില്ല, പൂത്തു പോകും. അങ്ങനെ ചെയ്യാം. ഞാൻ 2 സ്പൂണ് ചിലപ്പോൾ 3 സ്പൂണൊക്കെ വയ്ക്കും. നമുക്ക് ഹെയറിനും സ്കിന്നിനും നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവാം, സ്കിന്നിന് പ്രശ്നങ്ങൾ. പക്ഷെ നമ്മളത് യൂസ് ചെയ്യും തോറും ഇത് ഇന്ന് കുടിച്ചു തുടങ്ങി 10 ദിവസമായാലും ഒരു മാറ്റമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കില്ല കേട്ടോ. നാച്ചുറലി നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും നമുക്ക് റിസൾട്ട് പിന്നീടാണ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ ഇന്നൊരു ദിവസം നല്ലോണം നിറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തടി വെക്കുമോ? ഇല്ല. നമ്മളത് ഒരു തടി വെക്കാത്ത ആളാണെങ്കിൽ നമ്മളത് ഗ്രാജുവലി ഒരുപാട് ദിവസം ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ജിമ്മിന് പോകേണ്ടി വരും, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം വരുന്നത് സാധാരണഗതിയിലുള്ളവരും ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ 3 വിത്ത് ഒഴിവാക്കിയിട്ട് ചിയാ സീഡ് കുറച്ച് നട്ട്സ് ആഡ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ നമുക്ക് ഹെയർ ഫാൾ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഒരുപാട് റിലീഫ് കിട്ടും. പിന്നെ എൻ്റെ അടുത്ത് ചിലർ പറയും ഇപ്പം എനിക്കിപ്പോൾ ഒരു 1.5-2 മാസമായിട്ട് ഭയങ്കരമായിട്ട് ഹെയർ ഫാൾ ഉണ്ടായിരുന്നു, ബി ഫ്രാങ്ക്. അപ്പോൾ എനിക്കിതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എത്രയായിട്ടും ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ബ്ലഡ് കൗണ്ട് കുറഞ്ഞാൽ, ഹീമോഗ്ലോബിൻ കുറഞ്ഞാൽ നമുക്ക് ഭയങ്കര മുടി കൊഴിച്ചിലുണ്ടാവും. അതുപോലെ തന്നെ വേറെയൊക്കെ നോക്കി. പിന്നെയാണ് ഡൗട്ട് തോന്നിയപ്പം വിറ്റമിൻ D3 ചെക്ക് ചെയ്തത്. അതെനിക്ക് 16 ഉള്ളൂ.
30 വേണ്ടടുത്ത് 16 ഉള്ളൂ. ഈ D3 നമുക്ക് കൂടുതൽ കിട്ടുന്നത് എവിടുന്ന? സൺലൈറ്റ്. ഞാൻ അധികം നിൽക്കുന്നത് റൂമിൻ്റെ ഉള്ളിലാണ്. ആഴ്ചയിൽ ഒരു ദിവസം, ഒരു പീരീഡ് ഓഫ് ടൈമിൽ 15 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഞാനൊന്ന് പുറത്തിറങ്ങൽ. കാരണം സമയം കിട്ടാറില്ല. പിന്നെ പുറത്തിറങ്ങണമെങ്കിൽ ഇക്കാനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പം ആ ഒരു കാരണം കൊണ്ട് തന്നെ എനിക്കത് അത്രത്തോളം ഡെഫിഷ്യൻസി വന്നു. അപ്പോൾ അത് എൻ്റെ ഫുഡ് ഹാബിറ്റ് കൊണ്ട് എനിക്ക് വന്നതല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? യെസ്, അതിനുള്ള സപ്ലിമെൻറ്റ് ഞാൻ തീർച്ചയായിട്ടും എടുക്കണം. അപ്പോൾ അങ്ങനെ സപ്ലിമെൻ്റ് എടുത്തു. അത് ശരിയായി, എനിക്ക് ക്യൂറായി മാറുകയും ചെയ്തു. അപ്പം നമ്മളുടെ ഇൻടേക്ക്, ബോഡീൻ്റെ ഉള്ളിൽ അത്രത്തോളം ഡെഫിഷ്യൻസി ഉള്ളൊരു കാര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ കുറേ ഹെയർ ഓയിൽ യൂസ് ചെയ്താൽ നമുക്കൊരു മാറ്റവും കാണില്ല. അല്ലാതെ തന്നെ മുടി ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ ഡ്രൈ സ്കാൾപ്പ്, യെസ്, ഹെയർ ഓയിലിന് നല്ലൊരു പങ്ക് തന്നെ ഉണ്ട്. ഹെയർ ഫോൾ ഉള്ളതിന് നല്ലൊരു പങ്ക് ഹെയർ ഓയിലിന് ഉണ്ട്. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് എൻ്റെ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കത് അങ്ങനെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ PCOD ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 100 മുടി കൊഴിയേണ്ടടുത്ത് ചിലപ്പോൾ ഒരു 60 എണ്ണം കൊഴിയുള്ളൂ, അല്ലെങ്കിൽ 50 എണ്ണം പകുതിയായിട്ട് കുറയുമായിരിക്കും. പക്ഷെ നല്ലപോലെ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നൊക്കെ പറയുന്ന പോലെ ഈ PCOD അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറി ഉള്ളൊരു വരുന്ന ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ തൈറോയ്ഡ്, ഇതൊക്കെ ഒരു അവസ്ഥയാണ്. ഇറ്റ്സ് എ കണ്ടീഷൻ. ഇതൊരു രോഗമാണെന്ന് നമ്മൾ ഒരിക്കലും പറയാതിരിക്കുക. ഇറ്റ്സ് എ കണ്ടീഷൻ. എനിക്ക് അതുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ ആളുകൾ ഇതൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് ആഫ്റ്റർ മാരേജ് ആണ്. കല്യാണം കഴിഞ്ഞു കുട്ടികൾ ഉണ്ടാകുന്ന ആ ടൈമൊക്കെ നോക്കുമ്പോൾ ഇതൊരു പ്രശ്നമായിട്ട് വരുമ്പോൾ അപ്പം അങ്ങ് പട്ടിണി കിടക്കും, തടി കുറക്കാൻ നോക്കും, ഒന്നും വേണ്ട. ഇതുപോലെയുള്ള നല്ല ഹെൽത്തി ഡയറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു പ്രശ്നങ്ങളും നമുക്ക് വരില്ല. ഇപ്പോൾ എനിക്ക് അബോർട്ടായ സമയത്ത് കല്യാണം കഴിഞ്ഞൊരു 8 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയിരുന്നു. അതെനിക്ക് 5th മന്ത് ആവാനായപ്പോഴത്തെ എനിക്ക് അബോർട്ടായിപ്പോയി. അതൊക്കെ ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ടൈമിൽ എനിക്ക് റെഗുലറായിട്ട് പീരീഡ്സ് വന്നില്ല. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരു ഓവേറിയിൽ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു. 1.5 മാസം കൊണ്ട് നല്ല രീതിയിലുള്ള വർക്കൗട്ടും കാര്യങ്ങളും ഫുഡൊക്കെ ശ്രദ്ധിച്ച് എനിക്കതങ്ങ് മാറിക്കിട്ടി. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ മാരേജ് കഴിഞ്ഞു, നല്ല എക്സസൈസ് ഫുഡ് കഴിക്കും, എൻ്റെ ഹൈറ്റിനേക്കാൾ ഉപരിയുള്ള വെയിറ്റ് ഞാൻ വന്നു, കഴിക്കുന്നത് ഫുള്ള്. അപ്പം നമ്മൾ തടി വെക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഒരു കണ്ടീഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ PCOD ഉള്ളവർ, ആഫ്റ്റർ ഡെലിവറി ഉള്ളവർ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികൾക്കുള്ള ഫുഡ്, കുട്ടികൾക്ക് ഈ സീഡ്സ് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നവരോട് ഞാൻ അതിനുള്ള വീഡിയോ വേറെ ചെയ്യാം. അതിന് കുറച്ച് മാറ്റങ്ങളുണ്ട്, കഴിക്കേണ്ട രീതി, എന്തൊക്കെ ആഡ് ചെയ്യണം, ഫുഡിൽ ആഡ് ചെയ്യാവോ, നട്ട്സ് കാര്യങ്ങൾ, അതൊക്കെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പം വേറൊരു കമൻറ്റ് ഇനിയിപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു, എന്താണ്, നിങ്ങളൊരു ഡോക്ടറാണോ? എടോ, പണ്ടുള്ള ആളുകളൊന്നും ഡോക്ടറെ കാണിച്ചിട്ടില്ല. ഞാൻ പണ്ടുള്ള ആളായിട്ട് പറയുമല്ല. മൈ സിസ്റ്റർ ഈസ് ഡോക്ടർ, അവളൊരു ഡോക്ടറാണ്. അപ്പോൾ ഞാൻ ഏത് ഫുഡായാലും എനിക്ക് നല്ലൊരു അഡ്വൈസ് അവളുടെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഞാൻ ഇതുപോലുള്ളൊരു വീഡിയോ ചെയ്യുമ്പം അവളുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് തോന്നിയ പോലെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല കേട്ടോ. സോ കംപ്ലീറ്റ്ലി ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നും ഹെൽത്തി ആയിട്ടുള്ള മുടിയും ഉണ്ടായിരിക്കും. ഇപ്പോൾ എനിക്ക് ആ 1.5 മാസത്തെ ഹെയർ ഫോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഹെയർ ഫോൾ കാരണം എനിക്ക് ചെറുതായിട്ട് മുടി തിന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞു, എനിക്ക് ആ ഹെയർ ഫോൾ സ്റ്റോപ്പ് ആയല്ലോ. ഇനി അവിടുന്ന് അങ്ങോട്ട് ഞാൻ നല്ലപോലെ ഹെൽത്തി ഡയറ്റ്, കാരണം മുടിയൊക്കെ ഏത് പ്രായത്തിലും വളരുമല്ലോ. നമ്മളൊന്ന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിനെ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി കഴിയും. അപ്പോൾ മാർവാസ് ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ PCOD ഉള്ളവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ളവർക്കെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ്. യെസ്, യൂസ് ചെയ്യാം. കൂടെ ഇതും കൂടെ ഒന്ന്, അതായത് ഇതേപോലുള്ള കണ്ടീഷനിലൂടെ കടന്നു പോകുന്ന ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിലുള്ള റിസൾട്ട് കാണും. അല്ലാത്തവർക്ക് ജസ്റ്റ് ഡയറക്റ്റ് ഈ ഓയിൽ തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ PCOD കൊണ്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരും സങ്കടപ്പെടുന്നവരും കല്യാണം കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കുട്ടികളില്ലാത്തവർക്ക് ഒരുപാട് പേരുണ്ടാവും. ഒന്നും ടെൻഷൻ ആവേണ്ട. എല്ലാം നല്ലതിന് നമുക്ക് ഉറപ്പായിട്ടും ഒരു സമയം ചീത്തതുണ്ടെങ്കിൽ ഒരു സമയം നല്ലതുണ്ടാവുമോ. അത് നമ്മൾ തന്നെ തിരഞ്ഞ് കണ്ടുപിടിക്കണം എന്നുള്ളൂ. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും പഠിച്ചാൽ കയ്യിൽ കൊണ്ടുതരില്ല. നമ്മൾ ശ്രമിക്കണം എല്ലാത്തിനും, വേണ്ടേ? അപ്പോൾ സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. എല്ലാ വീഡിയോസും എല്ലാവരും കണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.